ശ്രീഗുരുവായൂരപ്പാ ശരണം. ഗോപികാ ജീവനസ്മരണം. വിഷ്ണു മഹാധവ വാസുദേവ ഭഗവൻ നാരായണേത്യാലപൻ യസ്തത്യാജകളേബരം സഭവതോ ഭക്തോ ജേത്യാർഷഭ തദ്വംശേ മഹിതോഭവത് ഗയനവോ യസ്യാധ്വരേ ത്വം സ്വയം ദൃഷ്ടോ യജ്ഞതനുഃ സദാ കുരു കൃപാം ശ്രീവാസുദേവ പ്രഭോ. ശ്രീഹരേ നമഃ. ജയതു ജയതു ദേവോ ദേവകീ നന്ദനോയം ജയതു ജയതു കൃഷ്ണോ വൃഷ്ണിവംശപ്രദീപഃ ജയതു ജയതു മേഘശ്യാമള കോമളാംഗോ ജയതു ജയതു പൃഥ്വീഭാരനാശോ മുകുന്ദ. അങ്ങനെ തൃണാവർത്തൻ്റെ അതും കൂടി ഇന്നലെ ഉണ്ണി കഴിക്കുകയുണ്ടായി. ഇന്നലെ രാത്രി അച്ഛനമ്മക്ക് തീരെ ഉറക്കം വന്നില്ല. അവർ യശോദ ഇങ്ങനെ മകനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അടുത്തിരിക്കുന്നത്. അപ്പം നന്ദൻ മുറിയിലേക്ക് വരുമ്പോൾ ഒന്ന് തലയുയർത്തി കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് വല്ലാതെ ഭയമാകുന്നു. അപ്പം നന്ദഗോപർ പറഞ്ഞു, സാരമില്ല, എല്ലാം വൈകുണ്ഠേശം കാക്കും. അത് ശരിയാണ്. ഞാൻ മുല കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ണി വായ തുറന്നു. അപ്പോൾ ത്രിമൂർത്തികളെ ഞാൻ കണ്ടു. അവർ കത്തിക്കാളയാണ്. ഒരു നിമിഷം അപ്പോഴേക്കും ഉണ്ണി പാൽ കുടിച്ചു തുടങ്ങിയിരുന്നു. അതായതിൻ്റെ അർത്ഥം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. യശോദ പറയുന്നു, നന്ദനോട് പറഞ്ഞു, ഞാൻ ഉണ്ണി വായ തുറന്ന സമയത്ത് വായിലേക്ക് നോക്കുമ്പോൾ ത്രിമൂർത്തികളെ കാണുകയുണ്ടായി. എനിക്കൊന്നും അതിൻ്റെ ഒന്നും അർത്ഥം മനസ്സിലാവുന്നില്ലല്ലോ അങ്ങനെയെന്ന് പറഞ്ഞു. അപ്പോൾ നന്ദഗോപർ പറഞ്ഞു, പ്രിയേ, നമ്മുടെ അറിവിനും അപ്പുറത്ത് എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു. നേയമായത് നമുക്ക് വളരെ തുച്ഛം. ഉണ്ണി ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച രക്ഷകനാവാം. ഗോപരുടെ ദുഃഖം അകറ്റുവാൻ ചിന്തിച്ച ഉദ്ധാരകനാകാം. നീ ഒന്നും ഭയക്കണ്ട. എന്നല്ല, ഭാഗ്യവതിയുമാണ്. ഏറെ നാൾ കാത്തിരുന്നതിൻ്റെ ഫലമായി നമുക്ക് ജനിച്ച മകൻ വിശ്വരക്ഷകൻ തന്നെ ആവാമെന്ന് നന്ദഗോപർ പറഞ്ഞു. യശോദ മകനെ നോക്കിയിരുന്നു. പുഞ്ചിരി തഞ്ചുന്ന മുഖവുമായി ബാലലീലകളാടി ഉറങ്ങുന്ന വിരാട് പുരുഷൻ, തത്വമസിയുടെ കാതിൽ ഉള്ളിൽ വിളങ്ങുന്ന ചിത്പുരുഷൻ, അച്യുതൻ, അനാമയൻ, അനാഘ്രാതൻ, ആനന്ദ ഗംഭീരൻ. അവൻ ആർക്കറിയാം? അറിവിൻ്റെ നെറിയല്ലേ അവൻ. ത്രിപുടിയായ സത്യമാണ് കേശവൻ. പക്ഷേ യശോദക്ക് മകൻ തന്നെ. യശോദക്ക് നന്ദഗോപൻ അന്ന് തീരെ ഉറക്കമില്ല. അവർ കേശവനെ നോക്കി ഉറങ്ങാതെ ഇരുന്നൊരു തപസ് പോലെ. തൻ്റെ കുഞ്ഞിനെ ആപത്തിൽ നിന്ന് രക്ഷിക്കണ്ടേ? അപ്പോൾ ദൈവത്തിന്, ഈശ്വരനെ പ്രാർത്ഥിക്കും. ഇതിലും മറ്റ് വലുതൊരു ഈശ്വരനില്ല. അതവർക്ക് മനസ്സിലാവുന്നില്ല. ഇതിലും വലിയൊരു ഈശ്വരനെവിടെ? മനസ്സിലാവാത്തതുകൊണ്ട് ഈശ്വരൻ രക്ഷിക്കട്ടെ എൻ്റെ ഞങ്ങളുടെ കുഞ്ഞിനെ എന്നും വിചാരിച്ച് പ്രാർത്ഥിച്ചിട്ട് അവരുറങ്ങാതെ ഇരുന്നു. പിന്നീട് ഗർഗാചാര്യൻ വരുന്നു. വസുദേവരടുത്തേക്ക് ഗർഗാചാര്യൻ. ശകടാസുരൻ്റെയും തൃണാവർത്തൻ്റെയും മരണം ഗർഗാചാര്യനാണ് ദേവകിയെയും വസുദേവരെയും ധരിപ്പിച്ചത്. വിവരമറിഞ്ഞ ദേവകി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദുഷ്ടനാണ് എൻ്റെ സഹോദരൻ. എങ്ങനെയും എൻ്റെ കുഞ്ഞിനെ അവൻ നശിപ്പിക്കും. അപ്പം ഗർഗാചാര്യൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, ദേവകി, മായ കൊണ്ട് മൂടിയ നിന്റെ കണ്ണിൽ കൃഷ്ണൻ വെറും മകൻ മാത്രം. പക്ഷേ വിരാട് പുരുഷൻ്റെ തദ്ഭവമാണ് യഥാർത്ഥത്തിൽ കേശവൻ. അദ്ദേഹത്തിൻ്റെ കരം കൊണ്ടുള്ള മരണം പോലും പുണ്യമാണ്. നീ വിചാരിക്കും പോലെയല്ല. ശകടാസുരനും തൃണാവർത്തനും മോക്ഷം കിട്ടി സ്വർഗത്തിൽ സുഖമായി വസിക്കുന്നു. മകളെ ദേവകി, ഗർഗാചാര്യൻ വിളിക്കുകയാണ്. പ്രപഞ്ചത്തിൻ്റെ അതിസൂക്ഷ്മമായ രഹസ്യമാണിതൊക്കെ. ഭൗതികതയുടെ കണ്ണിൽ സത്യമെന്ന് തോന്നുന്നതെല്ലാം നമ്മളിങ്ങനെ നോക്കുമ്പോൾ സത്യം എന്ന് തോന്നുന്നതെല്ലാം നശ്വരങ്ങളാണ്. ഒന്നും അനശ്വരമല്ല. ഇന്നോ നാളെയോ അനശ്വരതയോട് ചേരേണ്ടവയാണത്. ബാഹ്യരൂപത്തിന് മാറ്റം വന്നു. സത്യയായി അവയെല്ലാം പരമാത്മാവിൽ ഒന്നായിരിക്കുന്നു. അത് ലോകത്തിൻ്റെ കേന്ദ്ര നിയമമാണ്.
ശകടാസുരൻ്റെയും തൃണാവർത്തൻ്റെയും കഥ അറിയാത്തത് കൊണ്ടാണ് നിനക്ക് ഈ വേദന. അവരുടെ പൂർവ്വജന്മ രഹസ്യം ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിന്റെ സങ്കടം മാറും എന്ന് പറഞ്ഞു ഗൃഹാചാര്യൻ. ശകടാസുരൻ്റെ യഥാർത്ഥ നാമം ഉൽക്കജൻ എന്നാണ്. ഹിരണ്യാക്ഷന്റെ പുത്രനായിരുന്നു ഉൽക്കജൻ. അഹങ്കാരിയായിട്ടാണ് അസുരന്റെ മകൻ വളർന്നു വന്നത്. അച്ഛൻ അഹങ്കാരിയാവിന് മോൻ അഹങ്കാരി അല്ലാതിപ്പോ. ഒരു ദിവസം അവൻ ലോമേശ മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് ഉപവനത്തിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു. രണ്ടാമത്തെ പണിയല്ലേ ഇവരെടുക്കൂലു രാക്ഷസന്മാർ. വെറും രക്തത്തിളപ്പായിരുന്നു കാര്യം. ഉപവന വൃക്ഷങ്ങൾ പൊട്ടിച്ചിതറിയപ്പോൾ അസഖ്യനായ മഹർഷി ഉൽക്കജനെ ശപിച്ചു. നീ ദേഹമില്ലാത്തവനായി തീരട്ടെ. അവന് ദേഹമില്ലല്ലോ, അവനിങ്ങനെ ആടി ആടി നിഴലല്ലേ വെറും. ശാപം ഫലിക്ക തന്നെ ചെയ്തു. ഉൽക്കജന്റെ ദേഹം പാമ്പ് ഉറയൂരുന്നത് പോലെ ഭൂമിയിൽ പതിച്ചു. അയ്യോ! ജഡത്തിൽ നോക്കി പശ്ചാത്താപവിവശനായ അസുരൻ മഹർഷിയോട് ശാപമോക്ഷമിരുന്നു. പ്രസന്ന ചിത്തനായ മഹർഷി പറഞ്ഞു, ഉൽക്കജ, ഇനിമേൽ നീ ശകടാസുരൻ എന്നറിയപ്പെടും. നിന്റെ ഈ വായുദേഹം കുറേ കാലം നിലനിൽക്കും. ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ ശ്രീഹരിയുടെ പാദസ്പർശമേറ്റ് നിനക്ക് മുക്തി വരികയും ചെയ്യുന്നു. അന്ന് ശാപമോക്ഷവും ഉണ്ടാവുമെന്ന് ദേഹം വരവും കൊടുത്തു. ഇത് ഇവർക്ക് ഈ മഹർഷിമാർക്കുള്ളൊരു സ്വഭാവമാണ്. ശാപവും കൊടുക്കും, ഉടനെ വരവും കൊടുക്കും. അങ്ങനെ കൊടുത്തു. ശകടാസുരൻ ലോമേശനെ വണങ്ങി വാദരൂപിയായി ഇങ്ങനെ സഞ്ചരിച്ചു. എവിടെയും സഞ്ചരിക്കാലോ, ആരും കാണുമില്ല, കണ്ടാലോട്ട് മനസ്സിലാവില്ല. ശാപമോക്ഷം വരുവാൻ കംസന്റെ ചൊല്ലനുസരിച്ച് പോവുകയും പൂർണ്ണ തേജസ്വിയായി വിഷ്ണുലോകം പ്രാപിക്കുകയും ചെയ്തു. കംസൻ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നതല്ലോ. അപ്പോൾ ഇയാൾക്ക് ശാപമോക്ഷം കിട്ടാൻ കംസനും കൂടി ഒരു നേത്തായി. തൃണാവർത്തൻ്റെ കഥ അതും പറഞ്ഞുതരാൻ കേട്ടോളൂ. പാണ്ഡുദേശത്തെ രാജാവായിരുന്നു സഹസ്രാക്ഷൻ. ഒരിക്കൽ അദ്ദേഹം രേവാനദിയിൽ ജലക്രീഡ ചെയ്യുകയായിരുന്നു. ആ സമയത്ത് സ്നാനത്തിനായി നദിക്കരയിലെത്തിയ ദുർവാസവനെ രാജാവ് യഥാവിധി ആചരിച്ചില്ല. കുളിക്കുമ്പം കൂടി ആദരിക്കണം. അതന്നെ ഇവരുടെ ഇവർ തപസ് ചെയ്ത് ഇങ്ങനെ നല്ലപോലെ തപസ് ചെയ്തിട്ട് മോക്ഷത്തിലേക്ക് എത്താനാണ് ശക്തി ആർജിക്കും. ആ സമയത്ത് ശക്തി പറഞ്ഞ ദുഷ്ടശക്തിയല്ല, തപശക്തി. ആ സമയത്ത് ഇങ്ങനെ ഒരു ആരും വരും, അത് ശാപം കൊടുക്കും. ഇതുവരെ ആർജിച്ച ശക്തി, തപശക്തി കുറെ പോവുകയും ചെയ്തു. അന്ന് ഇവരുടെ ഒരു സ്വഭാവം മഹർഷിമാരുടെ. അത് അഹങ്കാരമായിട്ടാണ് മുനി വിചാരിച്ചത്. ഇത് ആദരിക്കാതിരുന്നത്. അതിനെ ശിക്ഷ അനുഭവിച്ചേ തീരും. കോപിഷ്ഠന മഹർഷി സഹസ്രാക്ഷനെ ശപിച്ചു, നീ രാക്ഷസ രൂപിയായി തീരട്ടെ. പോരെ. ശാപം കേട്ടപ്പോഴാണ് പാണ്ഡുരാജാവിന് തെറ്റ് മനസ്സിലാവുന്നത്. രാജാവാണ് ഈ തൃണാവർത്തൻ. മുൻജന്മത്തിൽ അദ്ദേഹം മഹർഷിയുടെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു. ദുർവാസാവ് പറഞ്ഞു, നിന്നിൽ ഞാൻ പ്രസന്നനായി. ബാലഗോപാലനായി വർത്തിക്കുന്ന ഭഗവാനിൽ നിനക്ക് മോചനം ഉണ്ടായിരിക്കും. അങ്ങനെയും പറഞ്ഞു. അന്ന് രണ്ടാൾക്ക് ശാപം കൊടുത്തു. ഓരോരാൾ ശാപം കൊടുത്തു, വരവും കൊടുത്തു. തൃണാവർത്തൻ രാക്ഷസ രൂപയായി ഭൂമണ്ഡലത്തിൽ മഹർഷിമാരെ ഉപദ്രവിച്ചും കന്യകമാരെ ദ്രോഹിച്ചും നടന്നു. അവൻ കംസന്റെ സുഹൃത്തായി. അവൻ രാജ്ഞനുസരിച്ച് ചുഴലിക്കാറ്റായി വന്നു. കണ്ണിൽ നിന്ന് മോക്ഷം നേടി. അത്ര മാത്രമേ ഉള്ളൂ ദേവകി എന്ന് പറഞ്ഞു. അങ്ങനെ കഥ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണൻ സാധാരണ കുട്ടിയല്ല, വിശ്വരക്ഷകനാണ്. വിശ്വം മുഴുവനും രക്ഷിക്കാൻ വേണ്ടി അവതരിച്ച ആളാണ്. എല്ലാം അവനിൽ നിന്നുണ്ടാകുന്നു, അവനിൽ ലയിക്കുകയും ചെയ്യുന്നു. സൃഷ്ടിയും സ്ഥിതിയും ലയവും അവൻ തന്നെ. ശിക്ഷകനും രക്ഷകനും തന്മയി ഭവിക്കുന്നു. വേദജ്ഞന്മാർ ഇവനെ അക്ഷരമെന്ന് പറയുന്നു. ആസക്തികൾ വെടിഞ്ഞ യോഗികൾ ഇവനിലാണ് പ്രവേശിക്കുന്നത്. കുട്ടിയുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞു വർണ്ണിക്കുന്നത്. വേദജ്ഞന്മാർ അക്ഷരരൂപിയായിട്ടാണ് ഭഗവാനെ കാണുന്നത് എന്ന്. ആസക്തി ഇല്ലാത്തവര്, ഒന്നിലും ആസക്തി ഇല്ലാത്ത യോഗികൾ അവസാനം ഭഗവാനിലാണ് പ്രവേശിക്കുന്നത് എന്ന് പറയുന്നത്. ജ്ഞാനകർമ്മേന്ദ്രിയങ്ങളെ ഉള്ളിലേക്ക് വലിച്ച് മനസ്സിനെ ഹൃദയത്തിലടക്കി സൂക്ഷ്മതത്വത്തെ ഉണർത്തി വർത്തിക്കുന്ന ഒരുവൻ ഇവനിലാണ് അവസാനം എത്തുന്നത്. അത്രയും നമ്മൾ ഭഗവാന്റെ കത്തണമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ച് ആ ഭഗവാനെ തന്നെ ചിന്തിച്ച് ഒന്നും നമ്മൾ ഈ
പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി സൂക്ഷ്മതത്വത്തെ ഉണർത്തിയിട്ട് വർത്തിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ഭഗവാനിലേക്ക് എത്തുമെന്ന് പറയുന്നത്. ആ മായാമേനെ എങ്ങനെ അധക്കരിക്കുവാൻ സാധിക്കും? ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല ദേവകി. കഥ കേട്ട് കഴിഞ്ഞ ദേവകി ശ്രീകൃഷ്ണ രൂപത്തിൻ്റെ മുമ്പിലെത്തി കരം കൂപ്പി. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ മനസ്സ് മറ്റൊന്നായി. മകൻ്റെ രൂപമായി മനസ്സിൽ വിളങ്ങി. ഇതെല്ലാം കഥ കേട്ടിട്ടാകും ഭഗവാന്റെ ഒരു രൂപം ഉണ്ടായിരുന്നു അവിടെ, ഒരു ഫോട്ടോ. അതിൻ്റെ മുമ്പിലെത്തിയിട്ട് തൊഴുതു. ഒരു മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ഇത് കുഞ്ഞായിട്ട് കാണുന്നു, സ്വന്തം മകനായിട്ട്. ഗർഗാചാര്യൻ വസുദേവരോട് പറഞ്ഞു, കംസന് ഗോകുലം മുഴുവൻ നശിപ്പിക്കുവാൻ ആലോചനയുണ്ടേ. ദേവകി ഇവിടെ പുത്രൻ തന്നെയാണ് അമ്പാടിൽ വസിക്കുന്നത് എന്ന് വരെ കംസൻ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറേ നാളത്തേക്ക് ഇവിടം വിട്ടു നിൽക്കുന്നത് നല്ലതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ പോയാൽ മതി. ആത്മാവിന് ശാന്തിയും ലഭിക്കും, കുഞ്ഞിന് അനുഗ്രഹവുമാകും. പുണ്യസ്ഥലങ്ങൾ കണ്ടിരിക്കുകയും ആവാമല്ലോ. വസുദേവരും ദേവകിയും ആ വാക്കുകൾക്ക് വഴങ്ങി. ഗർഗാചാര്യൻ ഭവനത്തിലേക്ക് മടങ്ങി. ഇവരിങ്ങനെ തീർത്ഥാടനത്തിന് പോകാമെന്ന് വിചാരിക്കുന്നു, ഗർഗാചാര്യൻ്റെ നിർദ്ദേശപ്രകാരം. ഇനിയിപ്പോൾ നമുക്ക് കേൾക്കേണ്ടത് നന്ദൻ്റെ പൂർവ്വകഥയാണ്. അത് നമ്മൾക്കറിയില്ലല്ലോ. ദിവസങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടിരുന്നു. ഗർഗാചാര്യൻ്റെ ഉപദേശപ്രകാരം വസുദേവരും ദേവകിയും യാത്രക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഭാഗീരഥിയുടെ തീരം വഴി യാത്ര പോകാമെന്നവർ ഉറച്ചു. സായാഹ്നത്തിൽ ഗർഗാചാര്യനും അക്രൂരനും എത്തി. രണ്ടുപേരും വന്നു. തലേ ദിവസം യാത്രയൊക്കെ യാത്രയപ്പലുണ്ടാവുമല്ലോ, അതിന് വന്നത്. ദേവകിയും വസുദേവരും ആചാര്യനെ വന്ദിച്ചു പൂജിച്ചു. എല്ലാവരും ഇരുന്ന സമയത്ത് ഗർഗൻ ചോദിച്ചു, ദേവിയുടെ മുഖത്ത് എന്താണ് ഒരു വിഷമം? വിഷമം വല്ലതും യാത്രക്കുണ്ടോ? ദേവകി കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ആചാര്യ, എനിക്ക് മറ്റു വിഷമമൊന്നുമില്ല. ഇവിടെയാകുമ്പോൾ കണ്ണൻ്റെ കാര്യങ്ങൾ ആചാര്യ മുഖത്ത് നിന്ന് അറിയുകയെങ്കിലും ചെയ്യാം. കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ അറിവൊരു സന്തോഷമല്ലേ? എനിക്കതൊരു സന്തോഷം തന്നെയാണ്. ആചാര്യൻ വന്നിട്ട് അവൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം വല്ലാത്തൊരനുഭൂതിയാണ് ആചാര്യ. ദൂരേക്ക് അകന്നു പോകുമ്പോൾ മനസ്സ് വല്ലാതെ വിഷാദം കൊള്ളുന്നുണ്ട് എനിക്ക്. യശോദ ജീവനെ പോലെ നോക്കുമെന്നറിയാം, എങ്കിലും നൊന്തു പെറ്റ വയറിന് ആശ്വാസം കാണുമോ? ആ ഒരു വിഷമമാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞു. അപ്പം ആചാര്യൻ ഗർഗാചാര്യനൊന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ദേവകി, മകനെ പിരിയുന്നൊരമ്മയുടെ വേദന ആർക്കും മോഹിക്കുവാനാവുകയില്ല. അതെത്രാന്ന് പറഞ്ഞറിയിക്കാനാവില്ല. ജന്തുജാലങ്ങളെ കൂടി അത് അസഹ്യമാണ്. ഇപ്പോൾ വിശേഷ ബുദ്ധിയുള്ളവരിലോ അല്ല. അപ്പം അതെ, മകനെ വിട്ടു പോന്ന അമ്മേൻ്റെ, മകനായാലും മകളായാലും വിട്ടിട്ട് പോന്ന അമ്മേൻ്റെ സങ്കടം ആർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് പക്ഷിമൃഗാദികളിലും കൂടി ഉണ്ടത്. പിന്നീട് വിശേഷ ബുദ്ധിയുള്ള മനുഷ്യന്മാരുടെ കാര്യം പറയാനുണ്ടോ? എങ്കിലും ആസന്നമായ ചില സന്ദർഭങ്ങളിൽ നാം വേണ്ടത് ചെയ്തേ മതിയാവൂ. ഗർഗാചാര്യൻ എന്തോ കണ്ടിട്ടുണ്ടാവും ഉള്ളിലെ കണ്ണുകൊണ്ട്. അത്തരമൊരു ഘട്ടമാണിത്. പിന്നെ നന്ദഗോപരെയും യശോദയെയും കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അവരുടെ പൂർവ്വകഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. ആ വിവരം വിശദമായി അറിയുക. അവർക്ക് പോലും അറിവില്ലാത്ത സത്യമാണ്. ആരുടെ കഥ? നന്ദഗോപരുടെയും യശോദയുടെയും കഥ. അതാണ് പറഞ്ഞു തരാൻ ഞാൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നു. വളരെ പണ്ട് പ്രശസ്തമായൊരു നഗരമായിരുന്നു ഉജ്ജയിനി. ഉത്തുംഗ ഗോപുരങ്ങൾ കൊണ്ട് നിറഞ്ഞ മഹാക്ഷേത്രങ്ങളായിരുന്നു ഉജ്ജയിനിയിൽ. ഇന്നുമുണ്ട് ഉജ്ജയിനിയിൽ അങ്ങനെയുള്ള വലിയ 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 ക്ഷേത്രങ്ങളെന്നാണ് പറയുന്നത്. നഗരത്തിന് പ്രശസ്തി നൽകിയത് ഉദ്യാനങ്ങൾ കൊണ്ടും ഇളങ്കാറ്റ് ഓടി നടക്കുന്ന ആഴം കുറഞ്ഞ നദികൾ കൊണ്ടും നഗരം നയനാഭിരാമമായി. പട്ടണത്തിൻ്റെ തിലകക്കുറി എന്നോണം മഹാകാല ക്ഷേത്രം നഗരമധ്യത്തായി തലയുയർത്തി നിൽക്കുന്നു. മഹാദേവൻ ശിവന്റെ സാന്നിധ്യം കൊണ്ടും ദേവിയുടെ തേജസ്സിനാലും പൂർണ്ണത മുറ്റിയ ക്ഷേത്രമാണ് മഹാകാളം. മഹാദേവനെ മഹാകാളൻ എന്ന് പറഞ്ഞല്ലോ. പ്രശസ്തമായ ക്ഷേത്രത്തിന് സമീപത്ത് ചന്ദ്രസേനൻ എന്ന പേരുള്ള ഒരു രാജാവ് താമസമുറപ്പിച്ചു. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഭക്തിയിൽ അദ്വിതീയനായിരുന്നു അദ്ദേഹം. ആര്? ചന്ദ്രസേനൻ. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരും. വിപ്രാ നദിയിൽ കഴുത്തിനൊപ്പം ജലധാരയിൽ നിന്ന് പഞ്ചാക്ഷരി ചൊല്ലും. ഓളമിട്ടൊഴുകുന്ന നദിയിൽ താമര മുകുളമാണെന്നേ തോന്നും രാജാവിൻ്റെ മുഖം കണ്ടാൽ. പ്രഭാതത്തിന് തൊട്ടു മുമ്പ് ക്ഷേത്രത്തിലേക്ക് നടക്കും. നിർമാല്യം വാരി സ്ഥാണുവായ ദൈവരൂപം ദർശിക്കും. ദീപാരാധന കഴിയോളം അവിടെ തങ്ങും. ശിവനെ മനസ്സിൽ ധരിച്ച്
ഭസ്മക്കുറി ചാർത്തി നിൽക്കുമ്പോൾ ആത്മാവ് കൈലാസത്തിലാണ് ഉണ്ടാവുക. ആ കുന്നിൻ മകളുമൊത്തിരിക്കുന്ന ചന്ദ്രചൂഡന്റെ പാദത്തിലായിരിക്കും. എല്ലാ വ്രതങ്ങളും അനുഷ്ഠിച്ച് പഞ്ചാക്ഷരി സദാ ചൊല്ലി കൃത്യനിഷ്ഠയിൽ മുഴുകിയ രാജാവ് സ്വർഗത്തിൽ പ്രശസ്തനായി. സ്വർഗത്തിലോളം വാനോളം എത്തി എന്ന് പറയില്ലേ, അതുപോലെ എത്തി അദ്ദേഹത്തിന്റെ പ്രശസ്തി. സാത്വിക ഭക്തിയിൽ അനവരതം ലയിച്ച മനസ്സുമായി സഞ്ചരിക്കുന്ന രാജാവിൽ പ്രീതനായി മാണിഭദ്രൻ എന്ന യക്ഷൻ രാജാവിന് ചിന്താമണി എന്നൊരു രത്നം ദാനം ചെയ്തു. മാണിഭദ്രൻ. ഈ വിവരം നിമിഷങ്ങൾക്കുള്ളിൽ മറ്റ് രാജാക്കന്മാർ അറിഞ്ഞു. അതൊക്കെ വേഗം അറിയുമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ. ചിന്താമണി ഇരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തെ ജയിക്കുവാൻ ആർക്കും കഴിയുകയില്ലെന്ന് രാജാക്കന്മാർക്കറിയാം. എങ്ങനെയും അത് തട്ടിയെടുക്കണം, അതാണ് അവരുടെ ആഗ്രഹം, അവരുടെ ആവശ്യം. അതിനുവേണ്ടി ഒത്തുചേർന്ന് സാത്വികനായ രാജാവിനെ അപായപ്പെടുത്തുവാൻ ശ്രമിച്ചു. തന്നെ കനകം മൂലം കാമിനി മൂലം. ആ രാജാവ് പാവം സുഖമായിട്ട് ജീവിക്കുന്നതായിരുന്നു. ഈ രത്നം ഇപ്പൊ അദ്ദേഹത്തിന് വീണയായില്ലേ. രാജാവ് മഹാകാളത്തിലെത്തി ക്ഷേത്രത്തിനകത്ത് ശിവനെ ഭജിച്ച് കഴിഞ്ഞുകൂടി. അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. ഈ അവസരത്തിൽ മഹാകാളനെ സേവിക്കുന്നതിന് മകനോടൊത്തൊരു ഗോപിക അവിടെ വന്നു. ശ്രീകരൻ എന്ന കുട്ടിയുടെ പേര്. ഈ കഥ വേറൊരു കഥയിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടാവും. ശിവപുരാണത്തിലുണ്ട്. ഗോപിയുടെ മനേറിയാൽ 5 വയസ്സ് കാണാം, അത്രയേ ആയിട്ടുള്ളൂ, ചെറിയ കുട്ടി. അവന്റെ നാമം ശ്രീകരൻ എന്നായിരുന്നു. ദൃഢമായ ഭക്തിയിൽ മുഴുകിയ നിഷ്കന്മഷനായ ശ്രീകരന്റെ മനസ്സിൽ ശിവൻ കുടിയിരുന്നു. കുട്ടിയല്ലേ, അപ്പം നിഷ്കളങ്കതയല്ലേ, അങ്ങനത്തെ ഒരു വേഗം ഭഗവാൻ പ്രസാദിക്കുമല്ലോ. അത്ഭുതകരമായ ശൈവ ചൈതന്യം അവനിലുണ്ടായി. ശിവതേജസ് ശ്രീകരന്റെ മനസ്സിൽ കുടിയിരിക്കുന്നതിൽ അവൻ കളിക്കോപ്പല്ല വലിച്ചെറിഞ്ഞ് ഇനി കളിയൊന്നുമില്ല, ചുടലേശനെ ധ്യാനിക്കുവാൻ തുടങ്ങി. ഈ ഭഗവാനെ വേണ്ടു, അതന്നെ അവൻ്റെ കളിക്കോപ്പ്. ഗോപിക എന്തെല്ലാം പറഞ്ഞിട്ടും കുട്ടി ഭവനത്തിലൊക്കെ മടങ്ങുവാൻ തയ്യാറായില്ല. ഭക്ഷണവും കഴിക്കൂല, ഒന്നും ചെയ്യില്ല, ധ്യാനത്തിൽ തന്നെ വർത്തിച്ചു. സമയമേറും തോറും ഭവനത്തിലേക്ക് മടങ്ങുവാൻ കഴിയാതെ ഗോപിക കുഴങ്ങി. കരങ്ങൾ കൂപ്പി ചുണ്ടിൽ പഞ്ചാക്ഷരി ഉരുക്കഴിച്ചു. ബദ്ധാസനത്തിൽ ശ്രീകരൻ നടരാജനെ വണങ്ങി സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു. കുഞ്ഞിക്കൊന്നും അറിയുന്നില്ല. കുഞ്ഞിങ്ങനെ നല്ലൊരു ആസനത്തിൽ ബദ്ധാസനത്തിലിരുന്ന് ഇങ്ങനെ ചുണ്ടിൽ നമശിവായ 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 മന്ത്രം മാത്രം. ഗോപികക്ക് അമ്മക്ക് ഇത്രയൊന്നും ഭക്തിയൊന്നുമില്ലല്ലോ, ഉണ്ടെങ്കിലും കൂടിയിട്ട് അമ്മ എന്ത് ചെയ്തു, അടി കൊടുക്കലായി കുട്ടിക്ക്. അടി കൊടുത്തിട്ട് ഒന്നും അനങ്ങിയില്ല. അത്ര അടിച്ചിട്ടും കുഞ്ഞിക്ക് അടി കൊള്ളുന്നുണ്ട് എന്നില്ല ഭാവം ഉണ്ടായില്ല. കരഞ്ഞതുമില്ല. പരിദേവന നന്ദ എന്നെ അടിക്കുന്നമ്മേന്നൊന്നും ചോദിച്ചില്ല അവൻ. എല്ലാം അനുഭവിച്ചു. മർദ്ദനം കൂടിയപ്പോൾ ബോധം പോയി, അവൻ നിലത്ത് വീണു. അത്രമാത്രം ഒരു കുഞ്ഞിനെ അടിക്കാൻ പറ്റുമോ ഒരമ്മക്ക്? ഇത്ര നല്ല കുട്ടീനെ നീ അടിക്കുന്നത്. എല്ലാവരും ഈ രംഗം കണ്ട് അതിശയിച്ചു നിന്നു. ബോധം കെട്ടുവീണ് ശ്രീകരനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുവാൻ ഗോപിക മുതിർന്നു. അങ്ങനെ ഇപ്പോൾ ബോധമില്ലല്ലോ, വലിച്ചു കൊണ്ടുപോകാം. എടുത്തൂടെ 5 വയസ്സായ കുട്ടീനെ? പെട്ടെന്നൊരു ശബ്ദത്തോടെ ശ്രീകോവിലിന്റെ വാതിൽ തുറന്നു. ശിവലിംഗം 2ആയി പിളർന്നു. അർദ്ധനാരീശ്വരനായ ശിവൻ പുറത്തേക്ക് എഴുന്നള്ളി. അല്ല പിന്നെ നടരാജമൂർത്തി പിനാകവാണെ ശ്രീകരന്റെ സമീപം അണഞ്ഞു. ശിരസിൽ വിളങ്ങുന്ന ഗംഗ പോലും ഭയന്നുപോയി. ത്രിനേത്രന്റെ 3ാമത്തെ കണ്ണ് തുറന്നാൽ എല്ലാവരും അങ്ങനെ പേടിച്ചു. 3ാമത്തെ കണ്ണ് തുറന്നാൽ പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ലല്ലോ. ഭഗവാൻ ശ്രീകരനെ മന്ദം തലോടി. ആരോഗ്യവാനായി കുഞ്ഞെഴുന്നേറ്റു. അവൻ മഹാകാളനോട് പ്രാർത്ഥിച്ചു. ഭഗവാനെ, അർദ്ധനാരീശ്വര, എൻ്റെ മാതാവിൻ്റെ അവഹേളനം പൊറുക്കണേ, അപരാധം ക്ഷമിക്കണേ, അനുഗ്രഹം നൽകണേ. എൻ്റെ ആഗ്രഹം അതുമാത്രമാണ്. അറിവില്ലാത്ത അമ്മ പ്രവർത്തിച്ച കുറ്റങ്ങൾ അവരോട് ക്ഷമിക്കുകയില്ലേ ഭഗവാനേ എന്ന് ചോദിച്ചു. അപ്പം ഭഗവാൻ പ്രസന്നനായി ശ്രീകരനെ അനുഗ്രഹിച്ചു, നന്ദിച്ചു, ഗോപികയെ ആശീർവദിച്ചു. ഗോപികയും തെറ്ററിഞ്ഞ് നടരാജമൂർത്തിയെ ശരണം പ്രാപിച്ചു. ഞങ്ങൾ മാത്രമേ ഞങ്ങൾക്ക് അഭയമുള്ളൂ, ആശ്രയമുള്ളൂ എന്ന് ഈ ഗോപികയും ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു ചന്ദ്രസേനൻ. ചന്ദ്രസേനനെ കൊല്ലുവാൻ വേഷം മാറി വന്നിരുന്ന രാജാക്കന്മാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. വേഷം മാറിയിട്ട് വന്നു. എല്ലാവരും കാണുക അതുല്യവും അത്ഭുതരസദ്യോതകവുമായ ചിന്താമണി ശ്രീകരന് ദാനമായി നൽകി. ഇനിയിപ്പോൾ വയ്യ നടക്കണ്ടല്ലോ. ഒരു ഇറച്ചി കഷ്ണം കിട്ടിയൊരു ഗരുഡൻ്റെ കഥ
കഴുകൻ്റെ കഥ അറിയില്ലേ? ഒരു ഇറച്ചി കഷ്ണം കിട്ടി, അല്ല ഒരു കുഞ്ഞു പക്ഷിക്ക് ഒരു ഇറച്ചി കഷ്ണം കിട്ടി. അത് അതും കൊണ്ട് പറന്ന് പറന്നിങ്ങനെ പോകുന്ന സമയത്ത് ബാക്കിയുള്ള പക്ഷികളൊക്കെ ഇതിൻ്റെ പിറകെ കൂടി. അപ്പം ഇതിന് സാമാന്യ വലിയ ബുദ്ധി ഇല്ലെങ്കിലും ചെറിയ ബുദ്ധി ഉണ്ടല്ലോ, അതെന്ത് ചെയ്തു? അതിന് മനസ്സിലായി ഇന്നലെ വരെ എൻ്റെ പിറകെ പറന്ന് വരത്ത് ഇവർ എൻ്റെ കൊക്കിലുള്ള ഈ ഇറച്ചി കഷ്ണത്തിന് വേണ്ടിയല്ലേ എൻ്റെ പിറകെ കൂടുന്നെന്ന് പറഞ്ഞ് കൊക്ക് വളർത്തി. ഇറച്ചി കഷ്ണം താഴെ വീണു. പക്ഷികളെല്ലാം അതിൻ്റെ അവരുടെ ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. അതുമാതിരി ഈ ചിന്താമണി പോയതുകൊണ്ട് ഇനിയിപ്പോൾ രാജാവിന് രക്ഷപ്പെടാം. അമൂല്യമായ ദാനമായിരുന്നല്ലോ അത്. ശ്രീകരൻ്റെ ജന്മം ധന്യമായി. ചന്ദ്രസേന മഹാരാജാവ് ശ്രീകരനെ അനുഗ്രഹിച്ചു. ശ്രീകര, നിന്റെ ഭാവി ഞാൻ കാണുന്നു മോനെ. അനവദ്യവും ആനന്ദസന്ദായകവുമായ ഒരു ഭാവിയാണ് നിന്നിൽ നിഗൂഢമായിരിക്കുന്നത്. നിന്റെ 8ാം തലമുറയിൽ നിത്യമായ ഒരു അത്ഭുതം നടക്കും. എന്താ അത്? വിരാട് പുരുഷൻ നിന്റെ മകനായി വന്ന് ഭവിക്കും. അതിന് 7 ജന്മം കഴിഞ്ഞിട്ട് 8ാമത്തെ ജന്മത്തിൽ, അതിനു മുമ്പ് 7 ജന്മങ്ങൾ നിനക്ക് അനുഭവിക്കേണ്ടതുണ്ട്. ആ ജന്മത്തിൽ നിന്റെ നാമം നന്ദഗോപൻ എന്നായിരിക്കും. ആര്? ഈ ശ്രീകരൻ്റെ 8ാമത്തെ ജന്മമാണ് നന്ദഗോപര്. അതിപ്പോൾ മനസ്സിലായില്ലേ നമുക്കറിയില്ലായിരുന്നല്ലോ ഇതൊന്നും കഥ. ഇത്രയും പറഞ്ഞ് ശ്രീകരൻ അനുഗ്രഹിച്ചു. ഭാഗീരഥയുടെ മണൽപ്പുറത്തുകൂടെ അദ്ദേഹം ഹിമാലയത്തിൻ്റെ നിശബ്ദതയിലേക്ക് നടന്നു കയറി. ആര് പിന്നെ അദ്ദേഹത്തിന് കൊല്ലേണ്ട വിചാരമില്ലല്ലോ, അതാണ് പറഞ്ഞത്. പല ജന്മങ്ങൾ കഴിഞ്ഞു. ശ്രീകരൻ അഷ്ടവസുക്കളിൽ ഒരാളായി ജനിച്ചു. ദ്രോണൻ, അദ്ദേഹത്തിൻ്റെ ആ സമയത്ത് പേര് ദ്രോണൻ എന്നായിരുന്നു. ഈ ശ്രീകരൻ്റെ ജന്മങ്ങൾ കഴിഞ്ഞുകൊണ്ട് നിന്നു. സാത്വികനും സമർത്ഥനുമായിരുന്നു ദ്രോണൻ. ആ സമയത്തും സ്വഭാവം വളരെ വളരെ നല്ലതായിരുന്നു. അദ്ദേഹം ധര എന്ന യുവതിയെ വേളി കഴിച്ചു. ഏറെ നാൾ കഴിഞ്ഞിട്ട് അവർക്ക് സന്താനങ്ങൾ ജനിച്ചതേയില്ല. അദ്ദേഹം മഹർഷിമാരുടെ നിർദ്ദേശമനുസരിച്ച് മന്ദരപർവ്വതത്തിൽ കഠിന തപസ് അനുഷ്ഠിച്ചു. എരുതി മധ്യത്തിൽ നിന്നുകൊണ്ട് കത്തിക്കാളുന്ന സൂര്യബിംബത്തെ നോക്കി ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാ ചെയ്യുന്ന ത്യാഗാണ് ഇതൊക്കെ. ഇന്നിപ്പം ആർക്കും കുട്ടികൾ വേണ്ട, ഇല്ലതിനെ കൊല്ലും ചെയ്യുന്നു. സ്വന്തം പെറ്റമ്മ പോലും സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ മടിക്കാത്തൊരു കാലമല്ല ഇത്. കണ്ടോ, ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അങ്ങനെ തപസ് ചെയ്തു. കഠിനമായ തപസ്സിൽ നാൻമുഖൻ പ്രത്യക്ഷപ്പെട്ടു. ആവശ്യമുള്ള വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറഞ്ഞു അദ്ദേഹം? ഭഗവാനെ, ഞങ്ങൾക്കൊരു മകൻ ഉണ്ടാവാനാണ് കഠിന തപസ് ഞാൻ നടത്തിയത്. വിഷ്ണു തന്നെ മകനായി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ചില്ലറ ആഗ്രഹമല്ല കേട്ടോ. നാൻമുഖൻ ചിരിച്ചു കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം ഈ ജന്മത്തിൽ സഫലമല്ല. അടുത്ത ജന്മത്തിൽ നിങ്ങൾ നന്ദഗോപനായും യശോദയായും ജനിക്കും. ഭഗവാൻ വിഷ്ണു നിങ്ങൾക്ക് മകനായി ഭവിക്കുകയും ചെയ്തു. മകനായി പിറക്കുകയില്ല, മകനായി ഭവിക്കും എന്നാണ് നാൻമുഖൻ, അതായത് നമ്മുടെ ബ്രഹ്മാവ് അനുഗ്രഹിച്ചത്. ഇത്രയും പറഞ്ഞ് നാൻമുഖൻ മറയും ചെയ്തു. പൂർവ്വജന്മങ്ങളെ ധന്യമാക്കിക്കൊണ്ട് നന്ദഗോപനും യശോദയും ഗോകുലത്തിൽ ജനിച്ചു. അവർക്ക് മകനായി ശ്രീഹരിയും ഭവിച്ചു. ശ്രീഹരി ജനിച്ചു എന്നല്ല, ശ്രീഹരി ഭവിച്ചു. അതുകൊണ്ട് അല്ലയോ ദേവകി, നീ അസ്വസ്ഥയാകേണ്ട കാര്യമൊന്നുമില്ല. ഭവിക്കേണ്ടതെല്ലാം ഭവിക്കുക തന്നെ ചെയ്യും. ഗ്ലാനിയോ വേദനയോ ഉൾക്കൊള്ളേണ്ട യാതൊരു കാര്യവുമില്ല. പുണ്യതീർത്ഥങ്ങളാടി ദേവന്മാരെ പ്രസാദിപ്പിച്ച് നിങ്ങൾ മാനവ ജീവിതത്തെ ധന്യമാക്കുവിൻ. ഇത്രയും പറഞ്ഞ് ഗർഗൻ അനുഗ്രഹിച്ചു. ദേവകിയും വസുദേവനും തീർത്ഥയാത്രക്ക് ഒരുങ്ങി ഇറങ്ങുകയും ചെയ്തു. ഇനി നമുക്ക് പിന്നീട് നാമകരണമാണ് വർണ്ണിക്കാനുള്ളത്. അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വർണ്ണിക്കാം. വന്ദേ ഗോപാലകൃഷ്ണം സുഹൃതിജനമനോമോഹനം ചിൽസ്വരൂപം വന്ദേ ഭക്തപ്രിയം തം ജനിമൃതിഹരണം ഗോപികാ ചിത്തചോരം വന്ദേ ശ്രീവാസുദേവം സുമധുരഹസിതം ഇന്ദിരാ പ്രാണനാഥം വന്ദേ മാധുര്യരൂപം കരിമുകിലൊളിമിന്നും നമായ സ്വരൂപം. ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ഭഗവാന്റെ ആ പൊന്നിക്കണ്ണൻ്റെ തൃപ്പാദപത്മങ്ങളെ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.